മിഥുന് യാത്രാമൊഴി കൊല്ലത്ത് നിന്ന്. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ബാക്കിയാക്കി മിഥുൻ യാത്രയായി. കുഞ്ഞു മിഥുനെ അഗ്നിയെടുക്കുമ്പോൾ ചിതയെരിഞ്ഞത് കൂടി നിന്ന ഓരോരുത്തരുടെയും മനസ്സിലായിരുന്നു. കേരളക്കരയിലാകെ വിങ്ങലായി ഷോക്കേറ്റ് മരിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സുകാരൻ. NCCയിൽ ചേർന്ന് അതുവഴി പട്ടാളത്തിലെത്തണം. സ്വരുക്കൂട്ടി വെച്ച നാണയത്തുട്ടുകൾ കൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങണം. മികച്ച ഫുട്ബോളർ ആവണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അവന്. അധ്വാനത്തിന്റെ വിലയറിയുന്ന മിഥുന് കൂട്ടുകാരന്റെ ചെരുപ്പ് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അതെടുക്കാൻ അവൻ കാണിച്ച സാഹസവും അതുകൊണ്ട് തന്നെ. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. മണിക്കൂറുകൾ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടായിരുന്നു. മിഥുനെത്തും മുൻപ് തന്നെ അവന്റെ പ്രിയപ്പെട്ട അച്ചമ്മ കുഴഞ്ഞു വീണു. സ്കൂൾ വിട്ടുവരുമ്പോഴേക്കും പലഹാരം കരുതി വെക്കണമെന്ന് പറഞ്ഞ് പോയവനാണ്. എങ്ങനെ സഹിക്കാൻ കഴിയും ചെറുമകന്റെ വേർപാട്? അണമുറിയാതെ ജനങ്ങൾ ഒഴുകിയെത്തി പണിതീരാത്ത ആ വീട്ടിലേക്ക്. പ്രായഭേദമന്യേ എല്ലാവരുടെയും സുഹൃത്തായിരുന്നു മിഥുൻ. എല്ലാവരോടും ചിരിച്ച് വിശേഷങ്ങൾ ചോദിച്ച് അങ്ങനെയാണ് അവൻ ഗ്രാമത്തിലൂടെ പാറിപ്പറന്ന് നടന്നിരുന്നത്. കണ്ണീർ തളം കെട്ടി നിന്ന ആ വീട്ടിലേക്ക് ഒടുവിൽ അമ്മ സുജയുമെത്തി. സഹിക്കാൻ കഴിയാത്ത കാഴ്ച. ഒടുവിൽ വൈകിട്ടോടെ ചിതയിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. ചങ്കുപിടയുന്ന ദൃശ്യങ്ങൾക്കാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചത് തേവലക്കര. കടലുകൾക്കപ്പുറം ഇരുന്നാണ് മിഥുൻ്റെ വിയോഗം ഈ അമ്മ സുജ അറിയുന്നത്. മകനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നു. രാവിലെ ഇൻഡിഗോ വിമാനത്താവളത്തിലാണ് സുജ നെടുമ്പാശ്ശേരിയിലെത്തിയത്. അതിവൈകാരികമായ നിമിഷങ്ങളാണ് വിമാനത്താവളത്തിലുണ്ടായത്. മക്കൾക്ക് മിഠായിയും പുത്തനുടുപ്പുകളുമൊക്കെയായി നാട്ടിലേക്കൊരു മടക്കം സ്വപ്നം കണ്ടാകും 4 മാസം മുൻപ് മിഥുനെയും സുജനെയും അച്ഛമ്മ മണിയമ്മയുടെ കയ്യിലേൽപ്പിച്ച് സുജ വിമാനം കയറിയിട്ടുണ്ടാവുക. തകർച്ചയുടെ വക്കിലെത്തിയ വീട്, പെരുകിയ കടം, പ്രാരാബ്ധങ്ങളുടെ നിഴൽ ഒരിക്കലും മക്കളുടെ മേൽ വീഴരുത് എന്ന പ്രതീക്ഷയിലാണ് അറബിയുടെ വീട്ടിൽ ജോലിക്ക് കയറിയത്.
എന്നാൽ വിധി മറിച്ചായിരുന്നു. ചേതനയറ്റ മകന്റെ മുന്നിലേക്കാണ് സുജയ്ക്ക് മടങ്ങേണ്ടി വന്നത്. കുവൈറ്റിൽ ജോലിക്ക് നിന്ന അറബി കുടുംബം തുർക്കിയിലേക്കുള്ള വിനോദയാത്രയിൽ സുജയെയും കൂട്ടിയതിനാൽ മകന്റെ മരണവിവരം അറിയാൻ വൈകി. വ്യാഴാഴ്ച രാത്രി വീഡിയോ കോൾ വഴിയാണ് സുജ മരണവിവരം അറിഞ്ഞത്. ഉടൻ കുവൈറ്റിലേക്ക് മടങ്ങി, അവിടെ നിന്ന് കൊച്ചിയിലേക്ക്. സുജയെ കൂട്ടിക്കൊണ്ടുപോകാൻ മണിക്കൂറുകൾക്ക് മുൻപേ കൊല്ലത്തുനിന്ന് ബന്ധുക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ഇളയ മകൻ സുജിനും ബന്ധുക്കൾക്കൊപ്പം അമ്മയെ കാത്തുനിന്നു. വിമാനമെത്തിയത് 9:10. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പുറത്തെത്തിയപ്പോൾ 9:30. സഹോദരിയെയും മകനെയും കണ്ടപ്പോൾ സുജയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തടസ്സങ്ങൾ ഒഴിവാക്കാൻ വഴിനീളെ പോലീസ് സൗകര്യമൊരുക്കിയിരുന്നു. 2 മണിയോടെ സുജ മകനരികിലെത്തി. ചേതനയറ്റ മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. കൊച്ചി. ഇന്ന് രാവിലെ ഇൻഡിഗോ വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ അമ്മ സുജ വന്നിറങ്ങിയത്. അതിനുശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ കരളുപിടയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതല്ല. കേരളത്തിലെ അമ്മമാർക്കും അതുപോലെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ വളരെ സംഘർഷവും വിഷമവും നൈരാശ്യവും ഒക്കെ തന്ന നിമിഷങ്ങളാണ് കടന്നുപോയത്.